ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. What is meant by a continuous function? The concept of continuous function is very closely related to the word meaning of continuous. What is the word meaning of continuous? Continue without break, that is without stopping. ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുക, അതാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഫംഗ്ഷന്റെ ഗ്രാഫ് യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. കൺസിഡർ ഗ്രാഫ് ഓഫ് certain functions. ഫൈവ് ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളോട് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ട്രേസ് ചെയ്യാൻ പറയുക. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ട്രേസ് ചെയ്യണം വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ ഗ്രാഫ് പേപ്പർ. അപ്പോൾ ഗ്രാഫ് പേപ്പറിന്റെ പ്ലെയിനിൽ നിന്നും പെന്ന് എടുക്കാതെ നമ്മളോട് ട്രേസ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെ ഗ്രാഫ് നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയും? ഈ ഗ്രാഫ് പെന്നെടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്യാം. ഈ ഗ്രാഫ് ഒക്കെ റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻഡ് ആണ്, അത് ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ട്രേസ് ചെയ്യാം. ഈ ഗ്രാഫ് എന്ത് ചെയ്യാം? നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ ഗ്രാഫ് കണ്ടിന്യൂ വിത്തൗട്ട് ബ്രേക്ക് ആണ്, എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ ഈ രണ്ട് ഗ്രാഫും നമുക്ക് വരക്കാൻ കഴിയുന്നുണ്ട്. കൺസിഡർ ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. നമ്മൾ ട്രേസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ട്രേസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെന്ന് ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യും. പെന്ന് ഇവിടെ എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് പെന്ന് എടുക്കാതെ ഈ ഗ്രാഫ് ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഈ ഗ്രാഫ് ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എന്തല്ല? കണ്ടിന്യൂസ് അല്ല. കൺസിഡർ ദിസ് ഗ്രാഫ്. ഇവിടെ നമ്മൾ ട്രേസ് ചെയ്ത് ഇവിടെ എത്തുന്ന വരെ നമുക്ക് പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മൾ ഇവിടുന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പെന്നെടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് പെന്ന് എടുക്കാതെ വരക്കാൻ കഴിയുന്നില്ല. ഈ ഗ്രാഫിന്റെ കേസിലോ ഇവിടെ എത്തുമ്പോ ഗ്രാഫ് ഫംഗ്ഷന്റെ വാല്യൂ, അതായത് 1 എന്ന് പറഞ്ഞ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വൈ വാല്യൂ 2 ആണ്. അപ്പോ 1 ആകുമ്പോൾ ആ ഒറ്റൊരു വാല്യൂവില് ഗ്രാഫ് മുകളിലേക്ക് പോയിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ 1 വരെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് ഇവിടെ നിന്ന് നമുക്ക് മുകളിൽ പോയിട്ട്
പിന്നെ ആദ്യം ഗ്രാഫ് ഇങ്ങനെ വരക്കണം. അപ്പോഴും നമുക്ക് പെന്ന് ഗ്രാഫ് പേപ്പറിന്റെ പ്ലെയിനിൽ നിന്നും ലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഈ ഗ്രാഫും നമുക്ക് കണ്ടിന്യൂസ് അല്ലാന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ മൂന്ന് ഗ്രാഫും ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ, ഈ മൂന്ന് ഗ്രാഫും ഈ രണ്ട് ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നും കണ്ടുപിടിക്കാം. അതായത് ഈ രണ്ട് ഗ്രാഫിനും എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഈ ഗ്രാഫിന് ഇല്ലാത്തതെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. Consider the graph of the function f of x equal to x square if x less than 1, 2x if x greater than or equal to 1. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചാൽ ഇതേ രീതിയിലാണ് കിട്ടുക. എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ 1 ഹിയർ 2x plus 2x. Then we can trace this graph. What happened? നമുക്ക് ട്രേസ് ചെയ്യാം. വരച്ചു വരുന്നുണ്ട്. ബട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 ദർ ഈസ് എ ബ്രേക്ക്. എക്സ് ഈക്വൽ ടു 1 എത്തുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ മുകളിലേക്ക് ഉള്ളത്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 നമുക്ക് ഈ ഗ്രാഫിൽ ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോ ഈ ഗ്രാഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ്. എക്സ് ഈക്വൽ ടു 1 ഡിസ്കണ്ടിന്യൂസ് ആകാനുള്ള കാരണം എന്താ, നമുക്ക് നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും 1 അപ്രോച്ച് ചെയ്ത് നോക്കി. ഈ പോയിന്റ് ഇതാ 1 അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എക്സ് വാല്യൂ 1 അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പോയിന്റ്. ഇത് എക്സ് വാല്യൂ കറസ്പോണ്ടിങ് വൈ വാല്യൂ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. അപ്പൊ എക്സ് വാല്യൂ 1 അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഓൾസോ അപ്രോച്ചസ് ടു എവിടത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് എവിടത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, 1 അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോ എക്സ് അപ്രോച്ചസ് ടു 1 ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് അപ്രോച്ച് ചെയ്താൽ കിട്ടുന്ന ലിമിറ്റിനെ ലെഫ്റ്റ് ലിമിറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 1. നമുക്കിത് ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ലെഫ്റ്റ് ലിമിറ്റ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഹിയർ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്താ, എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 1 എക്സ് സ്ക്വയർ. This limit x tends to 1 minus x square. Substitute the value of x 1 square equal to 1. That is left limit equal to 1. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും x 0.9 etc. ഇങ്ങനെ കൂട്ടി വന്നാൽ നമുക്ക് മനസ്സിലാവും 0.9 etc. 1 അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും 1 അപ്രോച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് കൺസിഡർ റൈറ്റ് അപ്രോച്ച്. റൈറ്റ് സൈഡിൽ നിന്നും എക്സ് ഇതാ അപ്രോച്ച് 1 അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്നത് എവിടത്തേക്കാ, ഇതിങ്ങനെ വന്നിട്ട് എവിടത്തേക്കാണ്, 2 എന്ന് പറഞ്ഞ വാല്യൂവിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു 2. ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് അതിനെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയും. അപ്പൊ എക്സ് approaches to 1, f of x approaches to 2. This right limit equal to 2. അപ്പോ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. അതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ബ്രേക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകില്ല, ബ്രേക്ക് ഉണ്ടാകില്ല. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ആ പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകണം എന്നാണ് നമുക്ക്
ഈ ഫംഗ്ഷനിൽ നിന്നും മനസ്സിലാകുന്നത്. ഇനി റൈറ്റ് ലിമിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 2x ആണ്. ദിസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 2x 2 × 1 ഈക്വൽ ടു 2. നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ 1 ഉം 2 ആണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് വരാൻ കാരണം റൈറ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, ബട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നും 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ബാക്കിയുള്ള ഒരു പോയിന്റ് നോക്കിയേ. ഇപ്പൊ 2 എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയേ. 2വിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം. നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എവിടത്തേക്ക് തന്നെയാണ്? 4ലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബ്രേക്ക് ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് വരാൻ കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് a function f is continuous at x equal to a if limit x tends to a f of x exists. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമോ ആ പോയിന്റിൽ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. Consider the graph of the function f of x equal to x square if x not equal to 2, 2 if x equal to 2. Consider graph x square ന്റെ ഗ്രാഫ് ആണ് x square and at x equal to 2 x 2 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ 4 അല്ല വരുന്നത്. At x equal to 2 function takes the value 2. അപ്പോൾ ഈ ഫംഗ്ഷൻ അതേ രീതിയിൽ നമ്മൾ ട്രേസ് ചെയ്ത് വന്നാൽ ഇവിടെയൊക്കെ നമുക്ക് ബ്രേക്ക് കാണുന്നില്ല. എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുക നിങ്ങൾ. ഇപ്പൊ ഇവിടെ എന്തായി? ഗ്രാഫിൽ എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല. ഇവിടെയായി എന്ന് പറഞ്ഞ പോയിന്റ്. ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു 2വിൽ 2 ആണ് വരുന്നത്. 2 എന്ന് പറഞ്ഞതാണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ ഇവിടെ ബ്രേക്ക് ആയി. ഇവിടുന്ന് ഇവിടത്തേക്ക് വന്ന് പിന്നെ ആദ്യം നമുക്ക് 2നേക്കാളും ഗ്രേറ്റർ വാല്യൂവിൽ എ ആദ്യം ട്രേസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സംഭവിക്കുന്നു, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാഫിന് ബ്രേക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ കേസിലും 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാഫ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതിന്റെ റീസൺ എന്താ? നമ്മൾ നേരത്തെ എക്സാമ്പിള് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് കണ്ടിന്യൂസ് അല്ലാത്തതെന്ന് മനസ്സിലാക്കി. ഇൻ ദിസ് എക്സാമ്പിൾ വാട്ട് ഹാപ്പൻഡ്? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. എന്ത് സംഭവിക്കും നോക്കിയേ. 1.8 ആകുമ്പോൾ 3.24, 1.9 ആകുമ്പോൾ 3.61. അപ്പൊ ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? 4 എന്ന് പറഞ്ഞ വാല്യൂലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് 4ലേക്ക്. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 4. ദെൻ റൈറ്റ് സൈഡിൽ നിന്ന് എവിടത്തേക്കാ അപ്രോച്ച് ചെയ്യുന്നത് നോക്കുക. എന്ന് പറഞ്ഞ വാല്യൂ എവിടത്തേക്കാ, പോയിന്റ് എവിടത്തേക്കാ വരുന്നത്? അവിടുന്ന് എവിടത്തേക്ക് തന്നെ വരുന്നത്? 4ലേക്ക് തന്നെ വരുന്നത്. 2.1 ആകുമ്പോൾ 4.41. ഇങ്ങനെ അതും, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടും ഗ്രാഫ് 2വിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. എന്തായിരിക്കും റീസൺ? ഇവിടുന്ന് വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടത്തേക്ക് തുള്ളുന്ന പോയിന്റ്, അതായത് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 2 ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ? 2 ആണ് വരുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര വരുക? 2² ഈക്വൽ ടു 4 ആണ് വരേണ്ടത്. 4 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഉണ്ടാകില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ 2 തന്നത് കൊണ്ടാണ് ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാകുന്നത്? ബ്രേക്ക് വരുന്നത്. അപ്പോൾ
ബ്രേക്ക് വരാതിരിക്കണമെങ്കിൽ ലിമിറ്റ് വാല്യൂവും ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആകണം. അതാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദാറ്റ് മീൻസ് this function is discontinuous at x equal to 2 because limit x tends to 2 f of x not equal to f of 2. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് a function f of x is continuous at x equal to a if limit exists. Second condition, limit x tends to a f of x equal to f of a. Limit value equal to function value ആയിരിക്കണം. ഇതാണ് എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായത്. രണ്ട് എക്സാമ്പിളിൽ നിന്നും നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Suppose f is a real function on a subset of real numbers and a be a point in the domain of f, then f is continuous at a if limit x tends to a f of x exists, limit x tends to a f of x equal to f of a. ഈ ഒരു കണ്ടീഷൻ പറഞ്ഞാൽ മതി. ലിമിറ്റ് ഈക്വൽ ടു f of a. Or in other words, a function is continuous at x equal to c if the function is defined at x equal to c. അതായത് ഫംഗ്ഷൻ സിയിൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഡിഫൈൻഡ് ആയ പോയിന്റിൽ മാത്രമേ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യേണ്ടൂ. ആൻഡ് the value of the function at x equal to c, that is f of c, equals the limit of the function at x equal to c. ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് ലിമിറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കണം. Next, if f is not continuous at x equal to c, we say f is discontinuous at c and c is called point of discontinuity of f. അപ്പോൾ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ പോയിന്റിന് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. Consider problems. Check the discontinuity of the function f. Check the continuity. f of x equal to 2x plus 3 at x equal to 1. x equal to 1 f of x continuous ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ continuous ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ first note that the function is defined at the given point x equal to 1. x equal to 1 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കുക. ഡിഫൈൻഡ് ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ വാല്യൂ? f of 1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. വാട്ട് ഈസ് f of 1? 2 into 1 plus 3. 2 plus 3 equal to 5. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. f of 1 equal to 5 കിട്ടി. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് x equal to 1. ദാറ്റ് ഈസ് limit x tends to 1 f of x. f of x is 2x plus 3. But limit x tends to 1 2x plus 3. This substitute the value of x equal to 1. 2 into 1 plus 3. That is 5. This limit value equal to function value. This limit x tends to 1 f of x equal to f of 1. Hence, we can say that the function is continuous at x equal to 1. Consider another problem. Show that the function f given by f of x equal to x cube plus 3 if x not equal to 0, 1 if x equal to 0 is not continuous at x equal to 0. അപ്പോൾ കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഫൈൻഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f of x. അപ്പോൾ എക്സ് ടെൻസ് ടു 0 മീൻസ് നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 3.
limit x tends to 0, x cube plus 3. Substitute x equal to 0. 0 cube plus 3. 0 plus 3 equal to 3. This we get limit equal to 3. Next find out function value. That is the value of the function at x equal to 0. That is given. F of 0 equal to 1. Then we get limit equal to 3. But function value equal to 1. Hence limit x tends to 0 f of x not equal to f of 0. രണ്ടും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ we can say that f is not continuous at x equal to 0. അപ്പോൾ കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കണം. താങ്ക് യു.